ശരി, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വർക്കൗട്ടുകൾ, ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിനിപ്പോൾ പരീക്ഷകളൊക്കെ ആവാറായിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിനി പരീക്ഷകളൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ട പോയിന്റുകളും ധാരാളം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട് അല്ലേ? ഓക്കെ, ശരി. ഒരു 40 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കണക്കിലുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, അറിയാത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങളൊരു പരീക്ഷ എഴുതുന്ന രീതിയിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും നോക്കി കാണുക. ബാക്കിയുള്ള കമന്റ് ഒന്നും നോക്കാതെ നിങ്ങളുടെ കമന്റ് തന്നെ, നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങളുടെ ഉത്തരം തന്നെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിട്ട് പോകണം. പെട്ടെന്ന് ചെയ്തോണം കേട്ടോ. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതെന്നാണ് ചോദ്യം. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതെന്നാണ് ചോദ്യം. ഉത്തരം അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതാണ്? ആദ്യ ബോട്ടിന്റെ പേര് മുസിരിസ് എന്നാണ് കേട്ടോ. മുസിരിസ്. ഓപ്ഷൻ എ മുസിരിസ് ആണ് ആൻസർ. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ടിന്റെ പേര് മുസിരിസ് എന്നാണ്. മുസിരിസ്. ഈ കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്കിപ്പോൾ വരുന്നുണ്ട്. ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രവർത്തന ചുമതല ആർക്കാണ്? നമുക്ക് ചോദിച്ച ചോദ്യമാണ്. ആർക്കാണ് പ്രവർത്തന ചുമതല? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? കൊച്ചി വാട്ടർ മെട്രോ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കമന്റ് ചെയ്തേ. KMRL ആണ് കേട്ടോ. KMRL എന്തുവാ ഈ KMRL എന്ന് പറയുന്നത്? KMRL എന്തുവാ? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് കേട്ടോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് KMRLന്റെ പൂർണ്ണരൂപം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഈ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ കൊച്ചി വാട്ടർ മെട്രോ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൊച്ചി വാട്ടർ മെട്രോ. ഈ കൊച്ചി വാട്ടർ മെട്രോ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണോ? അതെ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് അത് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. എപ്പോഴാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്? വർഷവും തീയതി അറിയോ? കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2024 23 2023 തെറ്റിക്കേണ്ടത്. 2023 ഏപ്രിൽ മാസം 25-ന് 2023 ഏപ്രിൽ മാസം 25-നാണ് കേട്ടോ. 2023 ഏപ്രിൽ മാസം 25-നാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്തേ? കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത ആരാ? കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പം കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കീഴിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. 2023 ഏപ്രിൽ മാസം 25-ന്, തീയതി മറക്കണ്ട, 2023 ഏപ്രിൽ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് പറയും? അണ്ടർ വാട്ടർ മെട്രോ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊൽക്കത്ത മെട്രോയാണ് കേട്ടോ. ഏതാണ്ട് കൊൽക്കത്ത മെട്രോയാണ് അണ്ടർ വാട്ടർ മെട്രോ. ഏതാണ്? കൊൽക്കത്ത മെട്രോയാണ് കേട്ടോ. കൊൽക്കത്ത മെട്രോയാണ് അണ്ടർ വാട്ടർ മെട്രോ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആയ കൊൽക്കത്ത മെട്രോ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് അറിയോ? അത് 2024 മാർച്ച് മാസം 6-നാണ്. 2024 മാർച്ച് മാസം 6-നാണ് ഉദ്ഘാടനം ചെയ്തത്. 2024 മാർച്ച് മാസം 6-നാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്തേ? 2024 മാർച്ച് 6-ന് ആരാ ഉദ്ഘാടനം ചെയ്തേ? കൊൽക്കത്ത വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത ആരാണ്? അണ്ടർ വാട്ടർ മെട്രോ ആരാ ഉദ്ഘാടനം ചെയ്തേ? ആരായിരിക്കും ഉദ്ഘാടനം എന്ന് കേട്ടാൽ നിങ്ങൾ നരേന്ദ്രമോദി അല്ലാത്തതായിരിക്കും എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. സോറി, നരേന്ദ്രമോദി അല്ലാത്തത് ഏതൊക്കെയെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒട്ടുമിക്ക എല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന ആര് തന്നെയാണ്? മോദി തന്നെയാണ് കേട്ടോ. ഇതും മോദി തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാട്ടർ മെട്രോ ആയാലും ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആയാലും ഉദ്ഘാടനം ചെയ്ത ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ അണ്ടർ വാട്ടർ മെട്രോ നമ്മൾ പറഞ്ഞു കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞു. ഏത് നദിയിലാ അണ്ടർ വാട്ടർ മെട്രോ? ഏത് നദിയിലാ?
ഹൂഗ്ലി നദിയിലാണ് കേട്ടോ. ഹൂഗ്ലി നദി ഏത് നദിയിലാണ്? ഹൂഗ്ലി നദി. ഹൂഗ്ലി നദി കേട്ടോ. ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹൂഗ്ലി നദിയിൽ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ അത്രയും ഓർത്തിരിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഈ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ബോട്ടിന്റെ പേര് മുസിരിസ് എന്നാണ്. ഓക്കെ. ഈ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോയും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ. 2023 ഏപ്രിൽ മാസം 25-ാം തീയതി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്നിട്ടാൽ കൊൽക്കത്ത മെട്രോയാണ്. 2024 മാർച്ച് മാസം 6-ാം തീയതി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഈ അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ് കേട്ടോ. ഈ ആദിത്യക്ക് ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ ആദിത്യയുടെ ചോദ്യം എന്നറിയോ നിങ്ങൾക്ക്? ആദിത്യയുടെ ചോദ്യം അറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ എന്ന് പറയുന്നത്. 2017 ആദിത്യ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടം മുതൽ എവിടം വരെയാണ്ട? വൈക്കം മുതൽ തവണക്കടവ് വരെ കേട്ടോ. വൈക്കം മുതൽ തവണക്കടവ് കേട്ടോ. വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സോളാർ ബോട്ട് അല്ലെങ്കിൽ സൗരോർജ്ജ ബോട്ട്, ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ബോട്ടെന്നോ സൗരോർജ്ജ ബോട്ടെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദിത്യയാണ്. 2017 പ്രവർത്തനം ആരംഭിച്ചു. വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, 2017 പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. മോഹൻ ചരൺ മാജി ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? മോഹൻ ചരൺ മാജി ഒഡീഷ മുഖ്യമന്ത്രിയാണ്. മോഹൻ ചരൺ മാജി ഒഡീഷ മുഖ്യമന്ത്രിയാണ്. എടാ, ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ്? മോഹൻ ചരൺ മാജി ഏത് പാർട്ടിക്കാരനാണ്? പറയാൻ പറ്റുമോ? മോഹൻ ചരൺ മാജി BJP കാരനാണ്. BJP മുഖ്യമന്ത്രിയാണ്. BJPയുടെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ BJP പാർട്ടിക്കാരനാണ്. ഓക്കെ, ക്ലിയർ ആണ്. മോഹൻ ചരൺ മാജി. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാ? അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പേമ ഖണ്ഡു എന്നാണ് കേട്ടോ. പേമ ഖണ്ഡു എന്നാണ് കേട്ടോ. പ്രേമയല്ല, പേമ ഖണ്ഡു. ഓക്കെ, പേമ ഖണ്ഡു എന്നാണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു എന്നാണ്. അസമിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? അസം മുഖ്യമന്ത്രിയുടെ പേരെന്താ? അറിയോ? അസം മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ് അസം മുഖ്യമന്ത്രിയുടെ പേര്. ഓക്കെ, സിക്കിമിന്റെ മുഖ്യമന്ത്രിയുടെ പേര് അറിയോ? സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമങ് എന്നാണ് കേട്ടോ. പ്രേം സിംഗ് തമങ് എന്നാണ് സിക്കിമിന്റെ മുഖ്യമന്ത്രിയുടെ പേര്. പ്രേം സിംഗ് തമങ് കേട്ടോ. പ്രേം സിംഗ് തമങ് എന്നാണ് സിക്കിം മുഖ്യമന്ത്രിയുടെ പേര്. ആളുടെ പേര് മറക്കണ്ട. പ്രേം സിംഗ് തമങ് കേട്ടോ. അപ്പൊ ഈ 3 മുഖ്യമന്ത്രിമാരുടെ പേര് ഒന്ന് ഓർത്ത് വെച്ചു. 4 മുഖ്യമന്ത്രിമാരുടെ പേര്. ഓക്കെ, മോഹൻ ചരൺ മാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ്. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പേമ ഖണ്ഡു എന്നാണ്. അതുപോലെ തന്നെ അസം മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ് അസം മുഖ്യമന്ത്രിയുടെ പേര്. സിക്കിം മുഖ്യമന്ത്രിയുടെ പേരാണ് പ്രേം സിംഗ് തമങ് എന്നാണ് സിക്കിം മുഖ്യമന്ത്രിയുടെ പേര്. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്. ശരി, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? കരസേനാ മേധാവിയുടെ പേര് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം 30ാമത്തെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് അല്ലെ. ഉപേന്ദ്ര ദ്വിവേദിയാണ് നമ്മുടെ കരസേനാ മേധാവി അല്ലെ. കരസേനാ മേധാവി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാവികസേനാ മേധാവി ആരാണ്? നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേനാ മേധാവി. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. ദിനേശ് കെ ത്രിപാഠി കേട്ടോ. നാവികസേനാ മേധാവിയുടെ പേര് ദിനേശ് കെ ത്രിപാഠി എന്നാണ്. ഓക്കെ, വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് എന്നാണ് കേട്ടോ. അമർപ്രീത് സിംഗ് എന്നാണ് വ്യോമസേനാ മേധാവിയുടെ പേര്.
അമർപ്രീത് സിംഗ് എന്നാണ് നിലവിലെ വ്യോമസേനാ മേധാവിയുടെ പേര്. ഓക്കെ, നിലവിലെ CDS ആരാണ്? CDS എന്താണ്? CDS എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് CDS? CDS എന്താ? CDSന്റെ പൂർണ്ണരൂപം ഒന്ന് കമന്റ് ചെയ്തേ. CDSന്റെ പൂർണ്ണരൂപം എന്താന്ന് കമന്റ് ചെയ്തേ. കമാൻഡിങ് CDSന്റെ പൂർണ്ണരൂപം കമന്റ് ചെയ്യാം. CDSന്റെ പൂർണ്ണരൂപം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. നമ്മൾ അതിന്റെ മലയാളത്തിൽ പറയുമ്പോൾ സംയുക്ത സേനാ മേധാവി എന്ന് പറയും. സംയുക്ത സേനാ മേധാവി. ഓക്കെ, ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി ആരാണ്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. ആരാ പിള്ളേരെ? അനിൽ ചൗഹാനാണ്. അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്ന് കേട്ടാൽ അനിൽ ചൗഹാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്ട? ഇപ്പോഴത്തെ കരസേനാ മേധാവി ആരെന്ന് കേട്ടാൽ ഉപേന്ദ്ര ദ്വിവേദി. പേര് പഠിക്കരുതേ, അല്ല മറക്കരുതേ, മറക്കരുത്. ഉപേന്ദ്ര ദ്വിവേദി എന്നാണ്. ജലദോഷത്തിന്റെ. ഓക്കെ, നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി എന്നാണ് നാവികസേനയുടെ മേധാവിയുടെ പേര്. അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ്. CDSന്റെ പൂർണ്ണരൂപം ഓർത്തു വെച്ചോണം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നാണ് CDSന്റെ പൂർണ്ണരൂപം. അനിൽ ചൗഹാനാണ്, നിലവില് ജനറൽ അനിൽ ചൗഹാനാണ് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചെയ്തോ. 4ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കമന്റ് ഇട്ടേ ആൻസർ. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? എവിടെയാണ്? എവിടെയാ പിള്ളേരെ? ഗോളിയോറിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗോളിയോർ ഏത് സംസ്ഥാനത്താണ്? ഗോളിയോർ മധ്യപ്രദേശിലാണ് അല്ലേ? മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് നമ്മുടെ BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഏത് ഡേറ്റിലാണ് രജിസ്റ്റർ ചെയ്തത്? ഏത് ഡേറ്റിലാ? ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പുതിയ ശിക്ഷാ നിയമങ്ങൾ വന്നു. അതായത് BNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയാണ്. അതായത് IPCക്ക് പകരം 1960 IPCക്ക് പകരമാണ്, ഇന്ത്യൻ പീനൽ കോഡിന് പകരമാണ് BNS നിലവിൽ വന്നത്, ഭാരതീയ ന്യായ സംഹിത. അതുപോലെ തന്നെ BNSS നിലവിൽ വന്നു. BNSSന്റെ പൂർണ്ണരൂപം എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് അല്ലെ? BNSSന്റെ പൂർണ്ണരൂപം. ഓക്കെ, ഈ BNS നിലവിൽ വന്ന എപ്പോഴാ? BNS എന്തിനു പകരമാ നിലവിൽ വന്നേ? അത് CRPCക്ക് പകരമാണ്. ഓക്കെ, CRPC എന്നെ CRPCക്ക് നിങ്ങൾ വർഷം പറയുമ്പോൾ 1898 എന്നൊരു വർഷവും കാണും. അതുപോലെ തന്നെ 1973 എന്നൊരു വർഷവും കാണും. 1898 നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ CRPC നിലവിൽ വന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ നിയമം പാസ്സാക്കിയത് 1973 അതുകൊണ്ടാണ് നിങ്ങൾ CRPCയിൽ 2 വർഷം കാണുന്നത്. 1898 എന്ന വർഷവും 1973 എന്ന വർഷവും കാണുന്നത്. ഓക്കെ, അപ്പൊ CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയും. ഓക്കെ, ഇതിന് പകരമാണ് BNSS നിലവിൽ വന്നത് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം നമ്മളത് പഠിക്കുന്നുണ്ട്. 1800 ഏത് വർഷമാ എവിഡൻസ് ആക്ട് വന്നത്? 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമാണ് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നത്. ഈ 3 പുതിയ ശിക്ഷാ നിയമങ്ങളും നിലവിൽ വന്ന ഡേറ്റ് ഏതാണ്? 2024 ജൂലൈ 1 അല്ലെ? 2024 ജൂലൈ 1 നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് എപ്പോഴെന്നാണ്? എവിടെയെന്നാണ് ചോദ്യം. അത് ഗോളിയോറിലാണ് നമ്മൾ പറഞ്ഞു, മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞു. ഏത് ഡേറ്റിലാടാ? അറിയോ ആർക്കെങ്കിലും?
എടാ ഈ ഡേറ്റ് 2024 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. കേസ് കൊടുക്കാൻ നിൽക്കുന്നവൻ ഇന്നിപ്പോ നിയമം നിലവിൽ വന്നേലേ ഉള്ളൂ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ പറഞ്ഞ് നിൽക്കുവോ? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കേസ് കൊടുക്കാനുള്ളവർ കേസ് കൊടുക്കും. അതായത് ആ ദിവസം തന്നെയാണ്, ജൂലൈ 1 തന്നെയാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. മനസ്സിലായ? ജൂലൈ 1 തന്നെയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ. അത് റിപ്പോർട്ട് ചെയ്തത് ഏത് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് മോഷണ കേസാണ് കേട്ടോ. ഒരു മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് കേസാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേസ്. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേസ് ഒരു മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് കേസാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. 2023 ലോക കാലാവസ്ഥാ സമ്മേളനത്തിന്, അതായത് കോപ്പ് 28 വേദിയായത് അവിടെ കോപ്പ് 28 വേദിയായത് ഓപ്ഷൻ ബി ദുബായി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ദുബായി ആണ് കോപ്പ് 28 വേദിയായ നഗരം. ഓക്കെ. ഈ കാലാവസ്ഥാ സമ്മേളനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം, ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2024 നടന്നത് കോപ്പ് 29 ആണ് കേട്ടോ. കോപ്പ് 29 ആണ്. ഓക്കെ. ഈ കോപ്പ് 29 നടന്നത് എവിടെയാണ്? കോപ്പ് 29 നടന്നത് എവിടെയാണ്? സൗദിയിലാണോ? കോപ്പ് 29 നടന്നത് ബാക്കു അസർബൈജാൻ. കോപ്പ് 29 ബാക്കു അസർബൈജാൻ. അടുത്ത് കോപ്പ് 30 എവിടെയാ? കോപ്പ് 30 2025 കോപ്പ് 30 കോപ്പ് 30 ബേലം ബ്രസീൽ കേട്ടോ. ബേലം ബ്രസീൽ. ഓക്കെ. 2025 30ാമത് കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് ബേലം ബ്രസീലാണ് കേട്ടോ. ബ്രസീലിലെ ബേലമാണ്. ഓക്കെ. ഈ കോപ്പിന്റെ പൂർണ്ണരൂപം എന്താണ്? കോപ്പിന്റെ പൂർണ്ണരൂപം എന്താണ്? അറിയാവോ? കോപ്പിന്റെ പൂർണ്ണരൂപം അറിയാവോ? കോപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ് കേട്ടോ. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ് കോപ്പിന്റെ പൂർണ്ണരൂപം. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ് കോപ്പിന്റെ പൂർണ്ണരൂപം. ഇത് ആദ്യമായി ആരംഭിച്ചത് ഏത് വർഷമാ? കോപ്പ് ആദ്യമായി ആരംഭിച്ചത് ഏത് വർഷമാ? കോപ്പ് ആദ്യമായി ആരംഭിച്ചത് 1995 1995 95 ബെർലിൻ ജർമ്മനി കേട്ടോ. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചിട്ടാണ് ആദ്യത്തെ നടന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കോപ്പ്, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് അല്ലെങ്കിൽ യുഎന്നിന്റെ ആദ്യത്തെ കാലാവസ്ഥാ സമ്മേളനം നടന്നത് 1995 ബെർലിനിൽ വെച്ചിട്ടാണ്. 1995 ബെർലിനിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾ പലർക്കും ഞാനിത് ആദ്യമായി നടന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വർഷം വന്നു കാണും. 92 റിയോ ഡി ജനീറോ എന്നൊരു ഉത്തരം വന്നു കാണും. ഓക്കെ. എടാ അത് UN ഭൗമ ഉച്ചകോടി കേട്ടോ. എർത്ത് സമ്മിറ്റ്, യുഎന്നിന്റെ എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ ഭൗമ ഉച്ചകോടി നടന്നത്, യുഎന്നിന്റെ ഭൗമ ഉച്ചകോടി നടന്നതെന്ന് ചോദിച്ചാലാണ് ഏത് വരുന്നത്? 1992 റിയോ ഡി ജനീറോ വരുന്നത് കേട്ടോ. റിയോ ഡി ജനീറോ വരുന്നത്. ഓക്കെ, മറക്കരുത്. അപ്പൊ യുഎന്നിന്റെ എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ ഭൗമ ഉച്ചകോടി ആദ്യമായി നടന്നത് 1992 റിയോ ഡി ജനീറോ. ഓക്കെ. ഇനി അടുത്ത കോപ്പ്, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്, അതായത് കാലാവസ്ഥാ സമ്മേളനം ആദ്യമായി നടന്നത് 95 ബെർലിൻ ജർമ്മനി. ഓക്കെ. 2023 കോപ്പ് 28 നടന്നത് ദുബായിലാണ്. 2024 കോപ്പ് 29 നടന്നത് ബാക്കു അസർബൈജാൻ ആണ്. 2025 കോപ്പ് 30 ബേലം ബ്രസീലാണ്. ഓക്കെ, ക്ലിയർ ആണ്? എല്ലാം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ലിറ്റിൽ ഇന്ത്യ എന്ന് ഈയിടെ പുനർനാമകരണം ചെയ്യപ്പെട്ട ഹാരിസ് പാർക്ക് ഏത് രാജ്യത്താണ്? ഏത് ചോദ്യം. ഇവിടെ ഹാരിസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഓസ്ട്രേലിയ. ലിറ്റിൽ ഇന്ത്യ എന്ന പേര് നൽകിയ ഹാരിസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്ട് ഓസ്ട്രേലിയ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അടുത്ത 5ാമത്തെ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. 2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം 2023 കിട്ടിയത് പെരുമ്പടവം ശ്രീധരനാണ് അല്ലേ പിള്ളേരെ? ആർക്കാ കിട്ടിയത്? പെരുമ്പടവം ശ്രീധരനാണ് ലഭിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പെരുമ്പടവം ശ്രീധരനാണ് 2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കുന്നതിനുള്ള കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എത്രയാണ്? കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എത്രയാണ്? എമർജൻസി സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. എടാ, ഈ ഒരു ചോദ്യം കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. 112 ആണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. എല്ലാവിധ അടിയന്തര ആവശ്യങ്ങൾക്കും നമുക്ക് വിളിക്കാൻ കഴിയുന്ന നമ്പറാണ് ഈ 112 എന്ന് പറയുന്നത് കേട്ടാ. എല്ലാവിധ അടിയന്തര ആവശ്യങ്ങൾക്കും, അതായത് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 112 ആണ്. മറക്കണ്ട, 112 ആണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി, അടുത്ത 9ാമത്തെ ചോദ്യം ചെയ്തേ. 9ാമത്തെ ചോദ്യം, 2023 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ലൂണ 25 ഒക്കെ നമ്മൾ ധാരാളം ചോദ്യങ്ങളിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. ഇത് നമുക്ക് ചോദിച്ചതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ് ചോദ്യം? ഏത് രോഗത്തിന്റെ? ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ഹാവിഷെയർ എന്നാണ് കേട്ടോ. ഹാവിഷെയർ എന്നാണ് കേട്ടാ. അതിന്റെ സ്പെല്ലിംഗ് ഇത് മലയാളത്തിൽ ഒന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത്. HAVISURE ആണ് കേട്ടാ. അത് ഓർത്തോണം കേട്ടോ, സ്പെല്ലിംഗ് വ്യത്യാസം വരും കേട്ടോ. അപ്പൊ ഈ ഹാവിഷെയർ എന്നാണ് അതിന്റെ ഒരു പേര് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഇത് നിർമ്മിച്ചത് ആരുടെ? ഈ ഹാവിഷെയർ എന്ന് പറഞ്ഞ വാക്സിൻ നിർമ്മിച്ചത് ആരാ? അറിയോ? നമ്മളെ ഭാരത് ബയോടെക്കോ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അങ്ങനെ വല്ലതും ആണോ? നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഈ ഹാവിഷെയർ നിർമ്മിച്ചത് ആരെന്ന്. ഓക്കെ, അത് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് കേട്ടോ. ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. ഓക്കെ, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് അറിയോ? ഹൈദരാബാദ് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. ഇത് ചോദിക്കും നിങ്ങൾക്ക് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച വാക്സിന്റെ ഹാവിഷെയർ എന്നാണ് വാക്സിന്റെ പേര്. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ്, ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, ഈ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര സ്ഥാപനമല്ല. നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ആനന്ദ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അല്ലേ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമ്മളത് പഠിക്കുന്നതാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഈ ഗുജറാത്തിലെ ആനന്ദിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ്. മനസ്സിലായ? അവരാണ് നമ്മുടെ ഹാവിഷെയർ എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എന്ത് ചെയ്തത്? നിർമ്മിച്ചത്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നിർമ്മിച്ചത് ഈ പറയുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എയും അതുപോലെ തന്നെ ഇയും പകരുന്നത് എങ്ങനെയാണ്ടാ? മലിനജലത്തിലൂടെയാണ് അല്ലെ? മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും അല്ലേ? മലിനമായ ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ പകരുന്നത് മലിനജലത്തിലൂടെയാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്.
ശരി, അടുത്ത ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. അടുത്ത ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ മലിനജലം കാണുമ്പോൾ അയ്യേ എന്ന് പറയും. അയ്യേ, അയ്യേ, എ ഇ. ഓക്കെ, മലിനജലം കാണുമ്പോൾ അയ്യേ. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഏതിലൂടെയാണ് പകരുന്നത്? മലിനജലത്തിലൂടെ പകരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കുഷ് നിരകൾ. ഹിന്ദുക്കുഷ് മാത്രമാണോ വടക്ക് പടിഞ്ഞാറുള്ളത്? ഹിന്ദുക്കുഷ് മാത്രമാണോ? അല്ല, ഹിന്ദുക്കുഷ് മാത്രമല്ല ഉള്ളത്, സുലൈമാൻ നിരകളും ഉണ്ട് അല്ലേ? ഹിന്ദുക്കുഷും ഉണ്ട്, അതുപോലെ തന്നെ സുലൈമാൻ നിരകളും ഉണ്ട്. ഓക്കെ, ആ ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകളാണ്. ഓക്കെ, വടക്ക് എന്താണ്? വടക്ക് എന്താണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് ഹിമാലയമാണ് അല്ലെ? ഹിമാലയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹിമാലയമാണ്. ഓക്കെ, വടക്ക് കിഴക്ക് എന്താണ്? വടക്ക് കിഴക്ക് എന്താണ്? വടക്ക് കിഴക്ക് എന്താ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കിൽ എന്താണ്ടാ? അത് പൂർവാചലാണ് അല്ലെ? പൂർവാചൽ. കൊള്ളാം, നിങ്ങൾ പഠിക്കുന്നുണ്ട്. പൂർവാചലാണ് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് പൂർവാചലാണ്. തെക്ക് എന്താണ്? തെക്ക് ഭാഗത്ത് എന്താണ്? തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് ഭാഗത്ത്. ഓക്കെ, അടുത്ത് തെക്ക് കിഴക്ക് എന്താണ്? തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്? തെക്ക് കിഴക്ക് എന്താ? തെക്ക് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ് അല്ലെ? ബംഗാൾ ഉൾക്കടലാണ് തെക്ക് കിഴക്ക് ഭാഗത്ത്. ഓക്കെ, അപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്താണ്? തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. തെക്ക് പടിഞ്ഞാറ് എന്തുവാ പിള്ളേരെ? തെക്ക് പടിഞ്ഞാറ് അറബിക്കടലാണ് അല്ലെ? അറബിക്കടലാണ് തെക്ക് പടിഞ്ഞാറ്, അറബിക്കടൽ. ഓക്കെ, ശരി. അപ്പൊ ഇതൊന്നും നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചേരുമ്പടി ചേർക്കാനോ തെറ്റായോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ എന്തെന്നാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകളാണ് അല്ലെ? ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകളാണ്. വടക്ക് ഹിമാലയമാണ്. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പൂർവാചലാണ്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. ഇവിടെ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഭാഗമാണ് ഇന്ദിരാ പോയിന്റ്. കേട്ടോ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഭാഗം അല്ലെങ്കിൽ പ്രദേശം ഏത് കേട്ടാൽ അത് ഇന്ദിരാ പോയിന്റ് ആണ് കേട്ടോ. അത് വേറെ ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഭാഗമാണ്. അത് ഇന്ദിരാ പോയിന്റും ഇന്ദിരാ കോളും ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ഇന്ത്യയുടെ വടക്കേറ്റത്തെ ഭാഗമാണ്, വടക്കേറ്റത്തെ പ്രദേശമാണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വടക്കേറ്റത്തെ പ്രദേശം ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോളാണ് വടക്കേറ്റത്തെ പ്രദേശം. ഓക്കെ, അടുത്ത് ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് ആണ്. അത് മാറിപ്പോരെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ഈ മുകളിലല്ലേ മഴക്കോളൊക്കെ കാണുന്നത്. നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് ഇന്ന് നല്ല മഴക്കോളുണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേടാ? ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, മുകളിൽ നിന്നാണ് കോള്, അല്ലെങ്കിൽ മുകളിൽ നിന്നാണ് കോള് വരുന്നതെന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, മുകളിലാണ് മഴക്കോള് മുകളിലാണ്. അപ്പം മുകളെന്ന് വെച്ചാൽ വടക്കിൽ ഇന്ദിരാ കോളും തെക്കിൽ ഇന്ദിരാ പോയിന്റുമാണ്. ഓക്കെ, വടക്ക് ഇന്ദിരാ കോള്, തെക്ക് ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ കോൾ എവിടെ നേട്ട് കഴിഞ്ഞാൽ ലഡാക്കിലാണ്. ഇന്ദിരാ കോള്. ഇന്ദിരാ പോയിന്റ് എവിടെ നേട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ്ടാ? അത് ആൻഡമാൻ നിക്കോബാറിലാണ് അല്ലെ? ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ശരി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. 12ാമത് ചോദ്യം ചെയ്തിട്ട് കമന്റ് ചെയ്തേ. പന്ത്രണ്ടാമത്തെ ചോദ്യം. ആർക്കും ഉത്തരം അറിയത്തില്ല? ഓക്കെ, ചോദ്യം നോക്കാം.
താഴെ പറയുന്നവയിൽ കാരക്കോറം മലനിരകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം. കാരക്കോറം മലനിരകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ശരിയോ തെറ്റോ? നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് തന്നിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിൽ തന്നെയാണ്. ശരി. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെച്ചാണ്. അടുത്ത്, മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്താണ്. ശരിയോ തെറ്റോ? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്ത് തന്നെയാണ്. അത് ശരിയാണ്. കാരക്കോറം മലനിരകൾ ആരംഭിക്കുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ്. കാരക്കോറം മലനിരകൾ ആരംഭിക്കുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ, അതും ശരിയാണ് അല്ലെ. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. കാരക്കോറം മലനിരകളിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. ശരിയല്ലേടാ? ശരിയാണ്. ഓക്കെ, ശരിയാണ്. മനസ്സിലായ? അതായത് ഇവയൊന്നുമല്ല എന്നതാണ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ഇന്ത്യയുടെ വടക്കേറ്റമായി ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. അതുപോലെ തന്നെ കാരക്കോറം പർവ്വതനിരയിൽ തന്നെയാണ് നമ്മുടെ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം മലനിരകൾ ആരംഭിക്കുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ്. അതുപോലെ കാരക്കോറം മലനിരകളിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ലെന്നാണ്. ഓക്കെ, അടുത്ത് 13ാം ചോദ്യം ചെയ്തേ. 13ാം ചോദ്യം, വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്നാണ് ചോദ്യം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്നാണ് ചോദ്യം. ഉത്തരമറിയാൻ കമന്റ് ചെയ്തേ. വളരെ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്നത് തഡോബ ദേശീയോദ്യാനമാണ് കേട്ടോ. തഡോബ ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം. ഓക്കെ, ഇതൊക്കെ എവിടെയാണ് ഈ തഡോബ ദേശീയോദ്യാനം അല്ലെങ്കിൽ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന തഡോബ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? തഡോബ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താ? വളരെ തഡോബ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലാണ് തഡോബ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, പെഞ്ച് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? പെഞ്ച് ദേശീയോദ്യാനം, പെഞ്ച് നാഷണൽ പാർക്ക്. പെഞ്ച് നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പെഞ്ച് നാഷണൽ പാർക്ക് 2 സംസ്ഥാനങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്, മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാ? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാ? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ചന്ദോളി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര. ഈ പറയുന്ന എല്ലാം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട നാഷണൽ പാർക്കുകൾ തന്നെയാണ് കേട്ടോ. തഡോബ ദേശീയോദ്യാനം മഹാരാഷ്ട്ര, പെഞ്ച് ദേശീയോദ്യാനം മഹാരാഷ്ട്ര. ഓക്കെ, അത് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് പെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. ചന്ദോളി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഇതെല്ലാം ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്നതാണ് തഡോബ നാഷണൽ പാർക്ക്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്തോ? 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ? ചെയ്ത് ഉത്തരം കമന്റ് ചെയ്തേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാ പിള്ളേരെ? അത് ഡൽഹി മെട്രോയാണ്. ഓപ്ഷൻ സി ഡൽഹി മെട്രോയാണ് ആൻസർ. ഡൽഹി മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല. ഓപ്ഷൻ സി ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ശൃംഖല, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാ? അതൊന്ന് പറഞ്ഞേ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ കൊൽക്കത്ത മെട്രോയാണ് കേട്ടോ. കൊൽക്കത്ത മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ. കൊൽക്കത്ത മെട്രോയാണ്. കൊൽക്കത്ത മെട്രോ ഏത് വർഷമാണ്? കൊൽക്കത്ത മെട്രോ 1984 സ്ഥാപിക്കപ്പെട്ടു. 1984 കൊൽക്കത്ത മെട്രോ സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ? കൊച്ചി മെട്രോ എത്രാമത്തെ മെട്രോയാണ്? കൊച്ചി മെട്രോ 8ാമത്തെ മെട്രോയാണ്. കൊച്ചി മെട്രോ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തേ? ഏത് വർഷം ഏത് തീയതിയിലാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തേ? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2017 ജൂൺ 17-നാണ്. 2017 ജൂൺ 17-നാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിള്ളേരെ, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്
നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് ഓർത്തിരിക്കുക. 2017 ജൂൺ 17 നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല വരുന്നത് KMRL. നമ്മൾ നേരത്തെ പറഞ്ഞ KMRL തന്നെയാണ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് തന്നെയാണ് ഈ കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, ഓക്കെ ശരി. അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ മോണോ റെയിൽ ചോദിക്കുകയാണെങ്കിലോ? മോണോ റെയിൽ, ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിലാ? ഇന്ത്യയിൽ ആദ്യത്തെ മോണോറെയിൽ എവിടെയാ? ഇന്ത്യയിൽ ആദ്യത്തെ മോണോറെയിൽ മുംബൈയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ മോണോറെയിൽ എവിടെയാണ്? അത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മോണോറെയിൽ മുംബൈ. ഓക്കെ ശരി. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തടാ. അടുത്ത പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. അറ്റൻഡ് ചെയ്തേ. താഴെ തന്നിട്ടുള്ളവയിൽ ഉത്തരമഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏവ? ഉത്തരമഹാസമതലത്തിൽ തെലങ്കാന ഉത്തരമഹാസമതലത്തിലാണോടെ? തെലങ്കാന ഉപദ്വീപീയ പീഠഭൂമിയിലാണ് അല്ലെ? തെലങ്കാന ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. പഞ്ചാബ് ഉത്തരമഹാസമതലത്തിലാണ്. പഞ്ചാബ് ഉത്തരമഹാസമതലത്തിലാണ്. ഓക്കെ. ഗോവ ഉത്തരമഹാസമതലത്തിലാണ്? അല്ല, ഗോവയും ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. ഹരിയാന ആണ്. ഓക്കെ, അപ്പം 2ഉം 4ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 4ഉം ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ശരി. ഈ ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കണം. ഓക്കെ അല്ലേ? ശരി എടാ, അപ്പൊ നമ്മളിപ്പോ 2 പറഞ്ഞേ. പഞ്ചാബ് പറഞ്ഞു, ഹരിയാന പറഞ്ഞു. അടുത്ത് 3ാമതായിട്ട് രാജസ്ഥാൻ വരുന്നുണ്ട് അല്ലേ? രാജസ്ഥാൻ ഏതിലാ വരുന്നത്? ഈ പറഞ്ഞ ഉത്തരമഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. 4ാമതായിട്ട് ഉത്തർപ്രദേശ്. ഏതാ പിള്ളേരെ? ഉത്തർപ്രദേശ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5ാമതായിട്ട് ബീഹാർ. ഏത് വരുന്നുണ്ടാ? ബീഹാർ വരുന്നുണ്ട്. അടുത്ത് 6ാമതായിട്ട് വെസ്റ്റ് ബംഗാൾ ഉത്തരമഹാസമതലത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 7ാമതായിട്ട് അസം. ഈ 7 സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഉത്തരമഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. 7 സംസ്ഥാനങ്ങൾ കേട്ടാ. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. വളരെ പഞ്ചാബ് ഹരിയാന, രാജസ്ഥാൻ ഉത്തർപ്രദേശ്, ബീഹാർ വെസ്റ്റ് ബംഗാൾ, അസം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഉത്തരമഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഈ ഉത്തരമഹാസമതലം നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ നദീ സമതലങ്ങൾ കൊണ്ടാണ്? ഉത്തരമഹാസമതലം നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ നദീ സമതലങ്ങൾ കൊണ്ടാണ്? പറയാവോ? ഉത്തരമഹാസമതലം നിർമ്മിച്ചിരിക്കുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ ഏതാണ്? സിന്ധു. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഈ നദികളുടെ സമതലങ്ങൾ ചേർന്നിട്ടാണ് ഉത്തരമഹാസമതലം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലുത് ഏതാ പിള്ളേരെ? ഏറ്റവും വലുത് ഗംഗാ സമതലമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്തത് 16ാമത് ചോദ്യം ചെയ്ത എല്ലാവരും. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം ഏതാണ്? നമ്മൾ ഒരുപാട് തവണ ഈ തീരവും തീരപ്രദേശവും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പിള്ളേരെ. ഓപ്ഷൻ എ കൊങ്കൺ തീരമാണ് അല്ലേ? കൊങ്കൺ തീരമാണ് ആൻസർ. കൊങ്കൺ തീരം. ഓക്കെ. കേരളം വരുന്നത് മലബാർ തീരത്താണ് അല്ലെ? മലബാർ തീരമാണ്. ഓക്കെ. അതുപോലെ തന്നെ കോറമണ്ടൽ തീരത്തിൽ വരുന്നത് തമിഴ്നാടും വരുന്നുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങളും വരുന്നുണ്ട്. കോറമണ്ടൽ തീരത്തില് തമിഴ്നാടും ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങളും കോറമണ്ടൽ തീരത്തിൽ വരുന്നുണ്ട്. വടക്കൻ സിർക്കാസ് തീരത്തിൽ വരുന്നത് ഒഡീഷയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളിന്റെ ഭാഗങ്ങളുമാണ് ഏതിൽ വരുന്നത്? ഈ വടക്കൻ സിർക്കാസ് തീരത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം കൊങ്കൺ തീരം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശമാണ് കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. മലബാർ തീരം എന്ന് പറയുമ്പോൾ അവിടെ കേരളവും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങളും വരുന്നുണ്ട് കേട്ടോ. കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മലബാർ തീരത്തിൽ വരുന്നുണ്ട്. കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങൾ.
കോറമണ്ടൽ തീരത്തിൽ വരുന്നത് തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെയാണ് കോറമണ്ടൽ തീരത്തിൽ വരുന്നത്. വടക്കൻ സിർക്കാസ് തീരത്തിൽ വരുന്നത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ആണ്. അതുപോലെ തന്നെ ഗുജറാത്ത് തീരമുണ്ട്. ഗുജറാത്ത് തീരത്തിൽ എന്തൊക്കെയാ വരുന്നത്? ഗുജറാത്ത് തീരത്തിൽ ഗുജറാത്താണ് വരുന്നത് അല്ലേ? ഗുജറാത്തിന്റെ ആ ഒരു ഭാഗമാണ് ഗുജറാത്ത് തീരത്തിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ തുകൽ നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ നിന്നാണ്? ചോദ്യം ഒന്ന് ചെയ്തേ. ആദ്യത്തെ തുകൽ നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ നിന്നാണ്? ചോദ്യം. തുകൽ നിർമ്മാണശാല എവിടെയാണ് ആരംഭിച്ചത്? തുകൽ നിർമ്മാണശാല ആരംഭിച്ചത് കാൺപൂരിലാണ് കേട്ടോ. കാൺപൂർ ഏത് സംസ്ഥാനത്താ? കാൺപൂർ ഉത്തർപ്രദേശിലാണ് കാൺപൂർ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണെങ്കിലും ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കാൺപൂർ. നമ്മൾ ഈ നമുക്ക് തൃശ്ശൂരില്ലേ, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരില്ലേ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഈ കാൺപൂർ എന്ന് പറയുന്നത് കേട്ടോ. ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഏത്? ഈ കാൺപൂർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1876 ഈ കാൺപൂരിലെ ഈ തുകൽ നിർമ്മാണശാല ആരംഭിച്ചത്. 1876 ഈ കാൺപൂരിലെ തുകൽ നിർമ്മാണശാല ആരംഭിച്ചത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെ രാജ്യത്ത് ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിച്ചത് എവിടെയാണ്? പരുത്തി തുണി മില്ല്, അതായത് കോട്ടൺ മില്ല് സ്ഥാപിച്ചത്. കോട്ടൺ മില്ല് എടാ, റിസ്രയിൽ എന്താണ്ടാ? ചണമില്ലല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എന്തു പറയും? അറിയാന്നുള്ള ആൾക്കാർ ഇത് വെപ്രാളം കാണിച്ചാണ് നീയൊക്കെ തെറ്റിക്കുന്നത്. എന്നിട്ട് പഠിക്കില്ല ഏട്ടാ. ഓക്കെ, ഞാൻ ചോദിച്ചത് പരുത്തിയാണ്. പരുത്തി തുണിമിൽ അല്ലെങ്കിൽ പരുത്തി മിൽ, കോട്ടൺ മിൽ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് കേട്ടോ. ഫോർട്ട് ഗ്ലോസ്റ്റർ കേട്ടാ. ആദ്യത്തെ കോട്ടൺ മില്ലാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഫോർട്ട് ഗ്ലോസ്റ്റർ ആണ് കേട്ടോ. ഫോർട്ട് ഗ്ലോസ്റ്റർ ആണ്. ഈ ഫോർട്ട് ഗ്ലോസ്റ്റർ എവിടെയാണ്? കൊൽക്കത്തയാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് ഫോർട്ട് ഗ്ലോസ്റ്റർ കേട്ടോ. ഓക്കെ, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ ആണ്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ആണ് കേട്ടോ. മുംബൈയാണ്. ഓക്കെ, ഇനി അടുത്ത് ആദ്യത്തെ പേപ്പർ മില്ല് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പേപ്പർ മില്ല് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പേപ്പർ മില്ല് സെറാംപൂറിലാണ് കേട്ടോ. സെറാംപൂറിലാണ്. സെറാംപൂർ ഏത് സംസ്ഥാനത്താണ്? സെറാംപൂർ വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. സെറാംപൂർ ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാളിലാണ് സെറാംപൂർ. ആദ്യത്തെ പേപ്പർ മില്ല് സെറാംപൂർ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ആദ്യത്തെ ജൂട്ട് മില്ല് എവിടെയാണ്? അതാണ് ചണം. ആദ്യത്തെ ജൂട്ട് മില്ല് എവിടെയാണ്? ചണം. ചണമില്ലാണ് റിഷ്ര. റിഷ്ര എവിടെയാണ്? റിഷ്ര വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ചണമിൽ റിഷ്ര വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി എവിടെയാണ്? സിമന്റ് ഫാക്ടറി എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി എവിടെ നിന്ന് കഴിഞ്ഞാൽ ചെന്നൈയിലാണ്. ഇതിനകത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയാണ്? ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയാ? ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയാണ് നേപ്പാനഗർ, മധ്യപ്രദേശ് കേട്ടോ. നേപ്പാനഗർ മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയാണ് നേപ്പാനഗർ, മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ആദ്യത്തെ കോട്ടൺ മില്ല് എവിടെയെന്ന് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരുത്തി തുണി മില്ല് എവിടെയെന്ന് കേൾക്കുകയാണെങ്കിൽ, പരുത്തി മില്ല് എവിടെയെന്ന് കേൾക്കുകയാണെങ്കിൽ അത് ഫോർട്ട് ഗ്ലോസ്റ്റർ, കൊൽക്കത്ത. എന്നാൽ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ ആണ്. മാറിപ്പോകരുത് കേട്ടോ. അടുത്ത് പേപ്പർ മില്ല് എവിടെ നിന്ന് കഴിഞ്ഞാൽ സെറാംപൂറിലാണ്. വെസ്റ്റ് ബംഗാളിലെ സെറാംപൂറിലാണ് പേപ്പർ മില്ല്. ജൂട്ട് മില്ല് അല്ലെങ്കിൽ ചണമില്ല് എവിടെ നിന്നിട്ടാ? റിഷ്ര വെസ്റ്റ് ബംഗാളിലാണ്. സിമന്റ് ഫാക്ടറി എവിടെ നിന്ന് കഴിഞ്ഞാൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സിമന്റ് ഫാക്ടറി. ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെ നിന്ന് കഴിഞ്ഞാൽ നേപ്പാനഗർ, മധ്യപ്രദേശ് ആണ്. ആദ്യത്തെ തുകൽ നിർമ്മാണശാല അല്ലെങ്കിൽ തുകൽ മില്ല് അത് എവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് 1876.
ഓക്കെ, അടുത്തത് ചേരുംപടി ചേർത്തേ. ചേരുംപടി ചേർത്തേ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്ടാ? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ് അല്ലേ? കോസി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ് പിള്ളേരെ? കോസിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കോസി വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, അതായത് 1D വരും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരെണ്ണം ചേർത്തിട്ട് നോക്കണം, ഏതെങ്കിലും ചേർക്കാൻ പറ്റിയ ഒരെണ്ണം ചേർത്തിട്ട് നമുക്ക് നോക്കണം ഉത്തരത്തിലോട്ട് പോകാൻ വഴിയുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ 1D ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. അപ്പൊ അതിന് ഉത്തരം കിട്ടി. ഒരുപാട് സമയം കാണുന്നുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഒരെണ്ണം തന്നെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. അടുത്ത ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഏതാണ്ടാ? ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് കേട്ടോ, ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് കേട്ടോ, ഗോദാവരി. ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്, ഗോദാവരി. അടുത്തത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത്, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതിനെയാ? ആർക്ക് പറയാം? ജൈവ മരുഭൂമി, ഇതിൽ ഓപ്ഷൻ നോക്കി പറഞ്ഞാൽ മതിയല്ലോ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ് കേട്ടോ. ഏതാണ്ട് ദാമോദർ ആണ്, ദാമോദർ ആണ് ജൈവ മരുഭൂമി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ഇത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 19ാമത് ചോദ്യം അറ്റൻഡ് ചെയ്തേ. ഭൗമ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായ പുഗാവാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുഗാവാലി. പുഗാവാലിയൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ വേറെ ചെയ്തിട്ടുണ്ട്. ലഡാക്കിലാണ് പുഗാവാലി. ഓപ്ഷൻ സി, ലഡാക്കിലാണ്. ലഡാക്കിലാണ് പുഗാവാലി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭൗമ താപോർജ്ജമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ചോദ്യമാണ് നമ്മുടെ മണികരൻ താപനിലയം. അതെവിടെയാണ് മണികരൻ? നിങ്ങൾക്ക് ചോദിക്കും. മണികരൻ ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. മണികരൻ താപനിലയം എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. തെറ്റിക്കല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം ചെയ്തേ. തിനവിളകളിൽ ഉൾപ്പെടാത്ത എന്നാണ് ചോദ്യം. തിനവിളകളിൽ ഉൾപ്പെടാത്തത് നിലക്കടലയാണ് അല്ലെ? നിലക്കടലയാണ് തിനവിളകളിൽ ഉൾപ്പെടാത്തത് കേട്ടോ. നിലക്കടല എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന കപ്പലണ്ടി, അതാണ് കേട്ടോ, കപ്പലണ്ടി. ഓക്കെ, ഈ തിനവിളകൾ ഏത് തരം വിളയാണ്ടാ? ഖാരിഫാണോ, റാബിയാണോ, സെയ്ദാണോ? തിനവിളകൾ ഖാരിഫാണോ, റാബിയാണോ, സെയ്ദാണോ? തിനവിളകൾ ഖാരിഫാണ് കേട്ടോ, ഖാരിഫ്. തിനവിളകൾ ഏതാണ്? ഖാരിഫാണ്. ഓക്കെ, ക്ലിയർ ആണ്. നിലക്കടല എന്ത് വിളയാണ്? നിലക്കടല റാബിയാണോ? നിലക്കടലയും ഖാരിഫാണ് കേട്ടോ. നിലക്കടലയും ഖാരിഫാണ്. ഓക്കെ, ഇനി അടുത്ത് ഓർത്തോച്ച് വേണം. ഈ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏതാ? നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ് നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏതാണ്ട്? അത് ഗുജറാത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗംഗയെ പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗംഗയെ പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗംഗയെ പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. അദ്ദേഹം ഗംഗയെ പോലെയാകുന്നു എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഗാന്ധിജിയാണ്. ഈ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ശിഷ്യഗണങ്ങളിൽ ഗാന്ധിജി ഉണ്ട്. വേറെ ആരൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ആൾക്കാര്? വേറെ ആരൊക്കെ ഉണ്ട്? നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയുണ്ട്. മുഹമ്മദ് അലി ജിന്ന ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു എന്താണ്? സരോജിനി നായിഡുവും ഗോപാലകൃഷ്ണ ഗോഖലയുടെ ശിഷ്യഗണത്തിൽപ്പെടുന്ന ആളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് ഗുരു ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് ഗുരു ഉണ്ടായിരുന്നു. അത് എം ജി റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് ആര്?
MG റാനഡെ, മഹാദേവ് ഗോവിന്ദ റാനഡെ എന്ന MG റാനഡെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. ശരി, അടുത്ത ചോദ്യം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ശരി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഉത്തരം കമന്റ് ചെയ്യണേ. ആർക്കും ഉത്തരവൊന്നും ഇല്ലല്ലേ? ഇപ്പൊ കുറെ വർക്കൗട്ടൊക്കെ ചെയ്യാതിരുന്ന എല്ലെണ്ണം ബാക്കിലോട്ടായി. ഇപ്പം നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. ശരി, നോക്കിയോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ. ഓക്കെ, വളരെ ഒരു പ്രദേശത്തെ നികുതി പിടിച്ചെടുത്തുന്നത് സെമീന്ദാർ ആയിരുന്നു. ശരിയോ തെറ്റോ? നികുതി പിടിച്ചിരുന്നത് സെമീന്ദാറാണ്, ശരിയാണ്. വിളവിന്റെ 70% വരെ കർഷകർക്ക് നികുതിയായി നൽകണമായിരുന്നു. നമ്മളത് മുമ്പ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 70 അല്ല 60 എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 60%. വിളവിന്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു, ശരിയാണ് കേട്ടോ. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു, ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ തെറ്റായതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 3 എന്നിവയാണ് കേട്ടോ. ഓക്കെ, ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്ടേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഏത് വർഷമാണ്? 1793 കോൺവാലീസ് ആണ് അല്ലേ? 1793 കോൺവാലീസ് ആണ് ഏർപ്പെടുത്തിയത് അല്ലേ? 1793 കോൺവാലീസ് ആണ് ഏർപ്പെടുത്തിയത്. ഓക്കെ, ഇത് എവിടെയൊക്കെയാ നിലനിന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലനിൽക്കുന്നത് എവിടെയൊക്കെയാണ്? ബംഗാളിൽ മാത്രമാണോ? ബംഗാള്, ബീഹാർ, ഒറീസ അല്ലെ? ബംഗാള്, ബീഹാർ, ഒറീസ. ബംഗാള്, അതുപോലെ തന്നെ ബീഹാർ, അതുപോലെ തന്നെ ഒറീസ. ബംഗാള്, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലനിന്നത്. ഓക്കെ, ഇന്ത്യയിൽ എത്ര ഭൂനികുതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ 3 അല്ല. നിങ്ങൾ ഈ അപ്ഡേറ്റഡ് അല്ല കേട്ടോ. നിങ്ങൾ LDക്ക് ഒക്കെ ഒരു ക്വസ്റ്റ്യനിൽ ചേഞ്ച് വന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വെറുതെ കാട്ടിക്കൂട്ടി പഠിച്ച ഒരു കാര്യമില്ല. സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നല്ലപോലെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി നിങ്ങൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഇപ്പോഴും 3 പറയണത് നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. 3 അല്ല, ഇപ്പൊ 4 PSC എടുക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മഹൽവാരി ഉണ്ട്. മഹൽവാരിയൊക്കെ എവിടെയെന്ന് ചോദിക്കും. മഹൽവാരി എവിടെയുണ്ടാ? മഹൽവാരി വടക്ക് പടിഞ്ഞാറാണ് അല്ലെ? വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ്. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ് മഹൽവാരി. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ റയട്ട് വാരി ഉണ്ട്. റയട്ട് വാരി ദക്ഷിണേന്ത്യയാണ് അല്ലെ? ദക്ഷിണേന്ത്യയാണ് റയട്ട് വാരി. ദക്ഷിണേന്ത്യയിലാണ് റയട്ട് വാരി. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂഡലിസം നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ തന്നിട്ടുള്ള SCERTയിൽ അല്ലെങ്കിൽ പുതുതായിട്ട് അപ്ഡേറ്റ് ആയി വന്ന SCERTയിൽ പറയുന്ന ഒരു ഭൂനികുതി വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ 4 തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥയാണ് പറയുന്നത്. ഒന്ന് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്. അത് ബംഗാൾ, ബീഹാർ, ഒറീസ നമ്മൾ പഠിക്കണം. 1793 കോൺവാലീസ് ആണ് നടപ്പിലാക്കിയത്. പിന്നെ മഹൽവാരി ഉണ്ട്. മഹൽവാരി വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ്. റയട്ട് വാരി ഉണ്ട്. ദക്ഷിണേന്ത്യയിലാണ് റയട്ട് വാരി. പിന്നെ ഉള്ളത് ഫ്യൂഡലിസം ആണ്. കേട്ടോ. ഓക്കെ, 4 എണ്ണം പഠിച്ചോണം. ഇതിന്റെ ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അടുത്ത 23ാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്തേ. 23ാമത്തെ ചോദ്യം. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ്? ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ ഡി ഫൈസ്പൂർ സമ്മേളനം. 1937 മഹാരാഷ്ട്രയിലെ ഫൈസ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ഗ്രാമപ്രദേശത്ത് വെച്ച് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, ഇതിൽ അധ്യക്ഷൻ ആരായിരുന്നു? 1937 ഫൈസ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? അറിയോ ആർക്കെങ്കിലും? 1937 ഫൈസ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം INC ഔദ്യോഗികമായി അംഗീകരിച്ചത് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം INC അതായത് കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചത് ഈ പറയുന്ന 1937 ഫൈസ്പൂർ സമ്മേളനത്തിലാണ്. 1937 ഫൈസ്പൂർ സമ്മേളനത്തിലാണ് കേട്ടോ. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം INC ഔദ്യോഗികമായി അംഗീകരിച്ചത് 1937 ഫൈസ്പൂർ സമ്മേളനത്തിലാണ്. ഓക്കെ, ഇനി അടുത്ത് INC-യില് ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആവശ്യം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഏത് സമ്മേളനത്തിലാ? ആദ്യമായി അവതരിപ്പിച്ചത് അത് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാ? 1935 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അതായത് 1935 ബോംബെ സമ്മേളനത്തിൽ INC-യിൽ ഈ ഒരു ആവശ്യം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം അവതരിപ്പിക്കുന്നു. 1937 മഹാരാഷ്ട്രയിലെ ഫൈസ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ആ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? ഇത് INC ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. ഈ 2 പോയിന്റുകൾ പഠിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞാത്ത പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ റിവിഷൻ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ശ്രദ്ധിച്ചിരുന്ന. ഓക്കെ, അടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ നിസ്സഹകരണ സമര കാലയളവാണ്. അല്ലെ പിള്ളേരെ? നിസ്സഹകരണ സമര കാലയളവാണ്. ഓപ്ഷൻ എ നിസ്സഹകരണ സമര കാലയളവാണ്. നിസ്സഹകരണ സമരത്തിന്റെ കാലയളവ് ചോദിച്ചാൽ 1920 മുതൽ 22 വരെയാണ്. അല്ലേ? 1920 മുതൽ 22 വരെയാണ്. ഓക്കെ, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ? ആദ്യ പ്രസിഡന്റ് ആരാ? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ എന്താ ചോദിക്കുന്നേ? കേരളമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തെറ്റുന്ന എങ്ങനെ? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗാന്ധിജി അല്ലേ? ഗാന്ധിജി. ഓക്കെ, കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ റിവിഷനൊക്കെ ഒന്ന് കൂടുതൽ എടുക്കുക കേട്ടോ, റിവിഷനൊക്കെ. ഓക്കെ, അത് തന്നെ ഇപ്പൊ തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് 4 പേര് ലെഫ്റ്റ് ആയി പോയി. മനസ്സിലായില്ലേ? കൺസ്റ്റന്റ് ആയിട്ട് പഠിച്ച് ഇപ്പൊ ജോലി കിട്ടുന്നവരെ വേണമെന്ന് പറഞ്ഞ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയും ജസ്റ്റ് ഒന്ന് കണ്ടും കേട്ടൊന്ന് കയറി പോകുന്ന ഇനി നിങ്ങൾ വിചാരിക്കേണ്ട. കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായ റിവിഷൻ ചെയ്ത് ഒരു ഓർഡറിൽ കേട്ടാ. ഇതൊരു എന്ന് വെച്ചാൽ ഇതൊരു പ്രോസസ്സാണ്. ഇപ്പൊ ഇന്ന് ഈ ഇത് അറ്റൻഡ് ചെയ്യണ എത്ര പേര് നാളെ അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് അടുത്ത ദിവസം അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങൾ കൺസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും? ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ പോവും. അത്രേ ഉള്ളൂ. ഓക്കെ, കാരണം അത് പഠിച്ചാൽ കിട്ടും. അത്രേ ഉള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ പണിയെടുക്കണം. പണിയെടുത്താൽ കിട്ടും. അല്ലാതെ മറ്റേ എളുപ്പ വഴി ഇനിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എവിടെയും പോയി കറക്കി കുത്തിയെ കയറി പോവായിരുന്നു. ഇപ്പൊ അതില്ല. നല്ല പോലെ പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് അത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അവരുടെ അടുത്താണ് മത്സരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഉടായ്പ കാണിക്കോ അത്രത്തോളം പിറകിലോട്ട് പോകും. അത്രേ ഉള്ളൂ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം. 1857 വിപ്ലവത്തിന്റെ ശരിയായ ഫലങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ ഫലങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായി. ശരിയാണോ? 1857 വിപ്ലവത്തെ തുടർന്ന് മുഗൾ ഭരണം പൂർണ്ണമായി അവസാനിച്ചോ? മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായി. അത് ശരിയാണ്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജ്യം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ശരിയാണോ? അതും ശരിയാണ്. നമ്മളത് പഠിക്കുന്നുണ്ട്. 1857 വിപ്ലവത്തെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജ്യം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്ത 3 നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിക്കുകയും ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിക്കുകയും ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കുകയും ചെയ്തു. അതും ശരിയാണ്. ഈ ഒരു പോയിന്റ് പലരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓർത്തു വെച്ചോണം. 1857
വിപ്ലവത്തെ തുടർന്ന് ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കുകയും നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായി. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. 1888 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഓക്കെ, അപ്പം ഈ 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4. 1, 2, 3, 4 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സേഫ്റ്റി വാൽവ് തിയറി. എല്ലാവർക്കും ദാദാഭായ് നവറോജിയാണോ കിട്ടിയത്? സേഫ്റ്റി വാൽവ് തിയറി എല്ലാവർക്കും ദാദാഭായ് നവറോജി. അതെങ്ങനെയാണ് എല്ലാവർക്കും ഒരേ തെറ്റുത്തരം വേണത്? നിങ്ങൾ വെറുതെ പറഞ്ഞതൊക്കെ വെറുതെ, നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ. ഓക്കെ, സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായി ആണ്. ലാല ലജ്പത് റായി ആണ്. ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേഫ്റ്റി വാൽവ് തിയറി. സേഫ്റ്റി വാൽവ് തിയറി. ഓപ്ഷൻ ബി ലാല ലജ്പത് റായി ആണ് ആൻസർ. സേഫ്റ്റി വാൽവ് തിയറി INC രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? INC രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. INC രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ സുരക്ഷാ വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി ലാല ലജ്പത് റായി ആണ്. ലാല ലജ്പത് റായി ആണ് മുന്നോട്ട് വെച്ചത് കേട്ടോ. INC രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദീനബന്ധു മിത്രയുടെ നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? നീൽദർപ്പൺ. ദീനബന്ധു മിത്രയുടെ നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം, ആ നാടകത്തില് പറയുന്ന നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ് പിള്ളേരെ? അത് ഇന്ത്യൻ അസോസിയേഷൻ ആണ് അല്ലെ? ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഓക്കെ, ഈ ഇന്ത്യൻ അസോസിയേഷൻ ഏത് വർഷമാ ഫോം ചെയ്തേ? 1876 ഫോം ചെയ്തത്. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകരാരൊക്കെയാ? സുരേന്ദ്രനാഥ ബാനർജി ഉണ്ട്. സുരേന്ദ്രനാഥ ബാനർജി ഉണ്ട്. അല്ലാതെ പിന്നെ ആരുണ്ടോ? സുരേന്ദ്ര ബാനർജി ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആനന്ദമോഹൻ ബോസും ഉണ്ട് അല്ലെ? ആനന്ദമോഹൻ ബോസും ഉണ്ട്. സുരേന്ദ്രനാഥ ബാനർജിയും ഉണ്ട്. ആനന്ദമോഹൻ ബോസും ഉണ്ട് കേട്ടോ. ആനന്ദമോഹൻ ബോസും ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത്. കാരണം നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുരേന്ദ്രനാഥ് ബാനർജി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അദ്ദേഹത്തോടൊപ്പം ആരുണ്ടായിരുന്നു? അദ്ദേഹം ഒറ്റയ്ക്കല്ല സ്ഥാപിച്ചത്. 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ത് ചെയ്തത്? സ്ഥാപിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവിക കലാപം നടന്ന വർഷം. നാവിക കലാപം, നേവൽ മ്യൂട്ടിനി എന്ന് പറയും. നാവിക കലാപം നടന്ന വർഷം ഏതാണ് ചോദ്യം? ഉത്തരം കമന്റ് ചെയ്തേ. നാവിക കലാപം നടന്ന വർഷം 1946 കേട്ടോ. 1946 എന്ത് നടന്നത്? നാവിക കലാപം നടന്നത് 1946. ഓക്കെ, ഈ നാവിക കലാപം നടന്ന സ്ഥലം ഏതാ? നാവിക കലാപം നടന്ന സ്ഥലം ബോംബെ ആണ് കേട്ടോ. ബോംബെയിലാണ് നാവിക കലാപം നടന്നത്. ബോംബെയിലാണ്. 1946 ഫെബ്രുവരി മാസം 18 മുതൽ ഫെബ്രുവരി മാസം 25 വരെ, ഫെബ്രുവരി 18 മുതൽ ഫെബ്രുവരി 25 വരെയാണ് ഈ നേവൽ മ്യൂട്ടിനി അല്ലെങ്കിൽ ഈ പറയുന്ന നാവിക കലാപം നടന്നത്. ഓക്കെ, 1946. ഓക്കെ, ബോംബെ ഫെബ്രുവരി 18 മുതൽ ഫെബ്രുവരി 25 വരെ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ഏത്? മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ഏതെന്നാണ് ചോദ്യം. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ഓപ്ഷൻ ഡി ദ ലീഡർ എന്ന പത്രമാണ് മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ചത്. ഓക്കെ, ഇതിൽ തന്നെ മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഒരു ഹിന്ദി പത്രമുണ്ട്. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഒരു ഹിന്ദി പത്രമുണ്ട്. ഏതാണ്? ദ ലീഡർ ഇംഗ്ലീഷ് പത്രമാണെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഹിന്ദി പത്രമാണ് ഏത്? മര്യാദ. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഹിന്ദി പത്രമാണ് മര്യാദ. ഓക്കെ, ദ ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഹിന്ദു പത്രം
ഹിന്ദു പത്രം സ്ഥാപിച്ചിരിക്കുന്നത് വീരരാഘവാചാരി അതോടൊപ്പം ജി സുബ്രഹ്മണ്യ അയ്യർ. വീരരാഘവാചാരിയും ജി സുബ്രഹ്മണ്യ അയ്യറും ചേർന്നിട്ടാണ് ദ ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ മര്യാദ എന്ന് കഴിഞ്ഞാല് മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഹിന്ദി പത്രമാണ് മര്യാദ. ദ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് ദ ലീഡർ. ഓക്കെ. ദ ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത് വീരരാഘവാചാരിയും ജി സുബ്രഹ്മണ്യ അയ്യറും ചേർന്നിട്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലമന്റ് അറ്റ്ലി ഇന്ത്യയിൽ നിയോഗിച്ച വൈസ്രോയി ആരാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ക്ലമന്റ് അറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലെ? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ആൻസർ. ഓക്കെ. അടുത്ത ഏത് അനുച്ഛേദ പ്രകാരമാണ് സ്പീക്കർ പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് സ്പീക്കർ പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ 118 ആണ് ആൻസർ. ഓക്കെ. 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. സംയുക്ത സമ്മേളനത്തെ കുറിച്ചാണ് 108 പറയുന്നത്. എന്നാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം നമുക്കറിയാം ഈ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനം വിളിക്കുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ? പ്രസിഡന്റ് ആണ് വിളിക്കുന്നത്. അത് മാത്രമല്ല ഈ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും ആര് തന്നെയാണ്? അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. എന്നാൽ ഈ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അധ്യക്ഷത വഹിക്കുന്നത്? ആർട്ടിക്കിൾ 118 പ്രകാരമാണ് സ്പീക്കർ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. നമുക്കറിയാം സമത്വം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വം വരുന്നത്. ഓക്കെ. നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ 14 ശരിയാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 ശരിയാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17 ശരിയാണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, തലക്കെട്ട് നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18 അതും ശരിയാണ്. അപ്പൊ ആൻസർ ഏതുവരോടാ? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഓക്കെ, ഈ ആർട്ടിക്കിൾ എല്ലാം പഠിച്ചോണം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ലാത്ത ആരെന്നാണ് ചോദ്യം. ആരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ലാത്ത ആരെന്നാണ് ചോദ്യം. JS വർമ്മ അധ്യക്ഷനായിട്ടുണ്ട്. ഗോവിന്ദ പ്രസാദ് മാത്തൂർ അധ്യക്ഷനായിട്ടുണ്ട്. S രാജേന്ദ്ര ബാബു അധ്യക്ഷനായിട്ടുണ്ട്. അധ്യക്ഷനാവാത്തത് ഓപ്ഷൻ സി ഹർഷ ചൗഹാനാണ് ആൻസർ. ഓക്കെ, ഇത് പഠിച്ചോണം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അധ്യക്ഷന്മാരുടെ പേരൊക്കെ പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണെന്ന്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനയുടെ ഏതെല്ലാം ഭാഗങ്ങളെ ചേർത്തുകൊണ്ടാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത്? ഗ്രാൻവില്ല ഓസ്റ്റിൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഏതൊക്കെ ഭാഗങ്ങളെ ചേർത്തിട്ടെന്നാണ് ചോദ്യം. ഗ്രാൻവില്ല ഓസ്റ്റിൻ ഭരണഘടന മനസാക്ഷി എന്ന് വിളിച്ചത് എന്തിനേക്കെയാണ്ട? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങളെയും കൂടെ ചേർത്തിട്ടാണ്. അടുത്ത മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ ഉത്തരം എഴുതുക. മൗലിക കടമകൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. ശരിയോ തെറ്റോ? മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. ശരി, മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല. ശരിയോ തെറ്റോ?
ശരിയാണ്. മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല. ശരിയാണ്. അതായത് ഓപ്ഷൻ സി 1, 2 ശരിയാണ് ആൻസർ. 1, 2 ശരിയാണ് ആൻസർ. ഓപ്ഷൻ സി 1, 2 ശരിയാണ് ആൻസർ കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചതാര്? മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചതാര്? മണ്ഡൽ പഞ്ചായത്ത്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇതൊക്കെ എത്ര തവണ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാടാ. നിങ്ങൾ ഈ കുറച്ചുകൂടെ റിവിഷൻ ബെറ്റർ ആക്ക്. പഴയ നോട്ടൊക്കെ എടുത്ത് നന്നായിട്ട് റിവിഷൻ ചെയ് കേട്ടാ. ഓക്കെ. ഇത് ഭയങ്കര റെസ്പോൺസ് കുറവാണ് നിങ്ങൾ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യം. മണ്ഡൽ പഞ്ചായത്തൊക്കെ എത്ര തവണ PSC ചോദിച്ചതാ. ഓക്കെ. അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. അശോക് മേത്ത കമ്മിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആരാ അശോക് മേത്ത കമ്മിറ്റിയിലെ മലയാളി? EMS ആണ് അശോക് മേത്ത കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മലയാളി കേട്ടോ. ഓക്കെ. അടുത്ത താഴെ പറയുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? യൂണിയൻ ലിസ്റ്റ് അതായത് കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഈ കൊടുത്തിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതായി? ലോട്ടറി യൂണിയൻ ലിസ്റ്റ് അല്ലേ? ലോട്ടറിയിൽ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഓക്കെ. പേറ്റന്റും കേന്ദ്ര സർക്കാർ തന്നെയാണ്. ടോളാണ് ആൻസർ. ഓപ്ഷൻ എ ടോൾ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. ടോൾ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ടോൾ ഉൾപ്പെടുന്നത് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റ് ആണ്. പേറ്റന്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. അതുപോലെ ലോട്ടറിയും യൂണിയൻ ലിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണ്. ഉൾപ്പെടാത്താണ് ചോദിച്ചത്. അടുത്ത ചോദ്യം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 42ാം ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ശരിയോ തെറ്റോ? 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ശരി. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. ശരിയോ തെറ്റോ? അതും ശരിയാണ്. 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥയുടെ ഒറ്റത്തവണ കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമായി ഉയർത്തി. അതും ശരിയാണ്. ഓക്കെ. അനുച്ഛേദം 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അത് തെറ്റാണ്. ഓക്കെ. കാരണം അത് കൂട്ടിച്ചേർക്കുന്നത് 44ാം ഭേദഗതിയിലാണ് ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തത്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. 78ലെ 44ാം ഭേദഗതി പ്രകാരമാണ് ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തത്. ഓർത്തിരിക്കുക. ബാക്കിയുള്ളത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. അതുപോലെ തന്നെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി. അതും ശരിയാണ്. സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥയുടെ കാലാവധി ഒറ്റത്തവണ കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമാക്കി ഉയർത്തി. പിള്ളേരെ ഈ ലോകസഭ സംസ്ഥാന നിയമസഭയുടെ കാലാവധി നമ്മൾ പറഞ്ഞു 6 വർഷമാക്കി എന്ന് പറഞ്ഞു അല്ലേ? ഈ 6 വർഷം പിന്നീട് 5 വർഷമാക്കിയത് എപ്പോഴാ? 5 വർഷമാക്കിയത് വീണ്ടും 5 വർഷമാക്കിയത് 44ാം ഭേദഗതിയിൽ കേട്ടോ. 5 വർഷമാക്കിയത് 44ാം ഭേദഗതി. ഓക്കെ. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത് ആരാണ്? നൽകിയത് ഓപ്ഷൻ ബി ജാദുനാഥ് ഭട്ടാചാര്യ. ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വന്ദേ മാതരമാണ് അല്ലെ? വന്ദേ മാതരമാണ് ദേശീയ ഗീതം എന്ന് പറയുന്നത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. എന്നാൽ നമ്മുടെ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ ആണ് കേട്ടോ. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ ആണ്. വന്ദേ മാതരം ഏത് രാഗത്തിലാണ്? വന്ദേ മാതരം ദേശ് രാഗത്തിലാണ്. ജനഗണമന വരുന്നത് ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ്. മനസ്സിലായ? വന്ദേ മാതരം ദേശ് രാഗത്തിലും ജനഗണമന ശങ്കരാഭരണം എന്ന രാഗത്തിലുമാണ്. ലാസ്റ്റ് ചോദ്യം ചെയ്തേ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് അത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. നിങ്ങൾ തെറ്റിക്കരുത്.
മറക്കാതെ പഠിച്ചു വെച്ചോണം. കേന്ദ്ര സർക്കാരാണ് ഈ രണ്ടുപേരുടെയും കാലാവധി തീരുമാനിക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കാലാവധി നമുക്കറിയാം. ഇപ്പം കേന്ദ്രമായാലും സംസ്ഥാനമായാലും കാലാവധി എന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെയാണ് അല്ലെ. 65 വയസ്സ് വരെയാണ് കാലാവധി. ഇനി വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 വർഷമാണ് കാലാവധി. ഓക്കെ, 3 വർഷമാണ് കാലാവധി. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ്. അപ്പൊ ഈ കാലാവധി, അപ്പം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആയാലും ശരി തന്നെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആയാലും കമ്മീഷണർമാരായാലും ശരി തന്നെ, കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആണ് കാലാവധി തീരുമാനിക്കുന്നത്. കാലാവധി തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പോഴത്തെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. വർഷം ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് എത്ര വയസ്സ് എന്നായിരിക്കും ചോദിക്കുന്നത്. പരമാവധി 65 വയസ്സാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മള് 40 ചോദ്യങ്ങൾ പൂർത്തീകരിച്ചു. ഓക്കെ, ആർക്കെങ്കിലും സത്യസന്ധമായി പറയണം, ആർക്കെങ്കിലും 35+ മാർക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. 35+ മാർക്ക് ഉണ്ടെങ്കിൽ. ഇല്ല. ഓക്കെ, 30+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. 30+ ഉള്ളവര്, 30+. 30+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. മാർക്ക് കമന്റ് ചെയ്തേ. 30+ ഉള്ളവര്. പിങ്കി 31, ശിവപ്രിയ 31.33, സൗമ്യ 30. ബാക്കിയുള്ളവര് 30 ഇത്രേ ഉള്ളൂ. 30+ ഉള്ളവര്. രമ്യ 33, അർച്ചന 31.66. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേർക്കാണ് 30+ ഉള്ളത്. ഓക്കെ, 25+ എന്ന് കമന്റ് ചെയ്തേ. വിഷ്ണു 28, കൃഷ്ണേന്ദു 25.66, മനു 29.66, അഞ്ജന 27, വിഷ്ണു നാരായണ 28, ദീപ്തി 28.33, സുധി 29. ഓക്കെ, ശരി. ബിജിന 27. പകുതി മാർക്ക് 20 കൂടുതലുള്ളവർ കമന്റ് ചെയ്തേ. 20 കൂടുതലുള്ളവർ 20 ഇടയ്ക്ക് ലെഫ്റ്റ് ആയി. ഓക്കെ, പ്രിയമാതൻ, ശ്രുതി. ഓക്കെ, ശരി. 20 മാർക്കെങ്കിലും വാങ്ങണം കേട്ടാ. 60 നോട്ട് ചെയ്ത് പഠിക്കുക.